എന്റെ ചേച്ചിയുമായി ജീവിതം പങ്കിട്ട മിഥുനേട്ടനെ നീ നിന്റെ കിടക്കയിലേക്ക് ക്ഷണിക്കുന്നത് ഏത് കാറ്റഗറിയിൽ എടുക്കണം മഞ്ജരി? നീ ശബ്ദിക്കരുത് ചാരുമതി. ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ കൈകടത്താനോ ഇവിടെ ഉള്ളവരുടെ നേരെ വിരൽ ചൂടാനോ നിനക്ക് എന്ത് യോഗ്യതയുള്ളത്? ബന്ധുവായി വന്ന് നോക്കൂത്തി സദ്യ കഴിച്ച് ആ വഴിക്കങ്ങ് പൊയ്ക്കോണം. മോം, ദേഷ്യവും പിണക്കൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ചിന്തിച്ചു നോക്ക്. ചാരു പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ടല്ലോ. എടാ, മൂത്തവരുടെ മുമ്പിൽ അവളുടെ നാവ് പൊന്തിയതന്നെ തെറ്റാ. അവളെ സപ്പോർട്ട് ചെയ്ത് നീ എങ്ങോട്ടാ വരുന്നേ? ആദ്യം സഭയിൽ ഇടയ്ക്ക് കയറിയുള്ള ഈ സംസാരം നിർത്ത്. എന്താ പ്രിയമത ആന്റി ഇത്? എന്തിന്റെ പേരിൽ ആന്റി ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാ ഉള്ളത്? ആഫ്റ്റർ ഓൾ ഒരു മോതിരത്തിന്റെ പേരിൽ മഞ്ജരിക്ക് ഇത്രയും ഗിൽറ്റ് തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ ഭർത്താവിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് ഏത് വകുപ്പിലാ? അപ്പൊ എച്ചിലാണെന്നും കുറ്റബോധം തോന്നുന്നു എന്നൊന്നും പറയുന്നില്ലല്ലോ. ചാരു, നിന്റെ ചേച്ചിയുടെ മിഥുന്റെ കല്യാണത്തിന് മുൻപേ ഞാനും മിഥുനും പ്രണയിക്കാൻ തുടങ്ങിയതാ. ഞങ്ങള് കല്യാണം കഴിക്കാനും തീരുമാനിച്ചിരുന്നതാ. സാഹചര്യങ്ങൾ ചതിച്ചോണ്ട് മാത്രമാ മിഥുന്റെ ജീവിതത്തിലേക്ക് മേഘന കയറി വന്നത്. അവള് കേറി വന്നപ്പോ തൊട്ടാ എന്റെ ജീവിതം നരകിക്കാൻ തുടങ്ങിയത്. സത്യത്തെ നിന്റെ ചേച്ചി എന്നോട് കടപ്പെട്ടവളാ. ഈ ഡിവോഴ്സിന്റെ പേരിൽ ഇപ്പോ ആ കടപ്പാട് തീർക്കാന്ന് കരുതിക്കോ. ആന്റി, വാട്ട് എവർ, എനിക്ക് ആ മോതിരം വേണ്ട. വേറൊരു മോതിരം വാങ്ങിപ്പിക്കേ. ആയിക്കോട്ടെ മഞ്ജരി, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അതിരിക്കട്ടെ, ചാരുമതി ആരെ ഇങ്ങോട്ട് വിളിച്ചത്? അനിയത്തിയും കൂടി വിളിച്ചു വരുത്തിയിട്ട് പുതിയ സീനുണ്ടാക്കാനാണോ? ചേച്ചി അനിയത്തിയും കൂടി നേരത്തെ കുട്ടി പ്ലാൻ ചെയ്തുള്ള വരവാണോ? ഇവിടെ ആരും അങ്ങനെ ഒരു പ്ലാനും ചെയ്തിട്ടില്ലമ്മേ. മഞ്ജരിയാണ് പേഴ്സണലായിട്ട് എന്റെ അനിയത്തിയെ വിളിച്ചു വരുത്തിയത്. മഞ്ജരി, എന്താ ഇതൊക്കെ? ചാരു നിതിനെ വിളിച്ചു വരുത്തിയേ? ആന്റി, അത് നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് ഇടിപിടി നീ എൻഗേജ്മെന്റ് നടത്താൻ ഞാൻ തീരുമാനിച്ചത്. മിഥുന്റെ നിന്റെ എൻഗേജ്മെന്റ് കഴിയുന്നത് വരെ ഈ കാര്യത്തെക്കുറിച്ച് ഒരു പൂച്ച പോലും അറിയരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? ഇങ്ങനെ ഓരോരുത്തരെയെ വിളിച്ചു വരുത്തി ഇതൊരു സെൻസേഷണൽ ന്യൂസ് ആക്കാനാണോ നിന്റെ പ്ലാൻ? സോറി ആന്റി, ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ലായിരുന്നു. എല്ലാം ചിന്തിക്കണം മഞ്ജരി. നിനക്ക് വേണ്ടിയല്ല ഞങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത്. എന്നിട്ട് നിനക്ക് നിന്നെ പറ്റി ചിന്തയില്ലെങ്കിൽ എങ്ങനെയാ? എടുത്തു ചാടിയുള്ള തീരുമാനം അബദ്ധത്തിലേ അവസാനിക്കൂ മഞ്ജരി, അത് മനസ്സിലാക്ക്. മഞ്ജരി, നീ വാ, നിനക്ക് ഒരുങ്ങണ്ടേ? മഞ്ജരി ആത്മഹത്യാ ശ്രമം നടത്തിയത് ഈ ബോട്ടിലെ മരുന്ന് ഉപയോഗിച്ചല്ലേ? ഈ ബോട്ടിലെ വിഷമായിരുന്നെങ്കിൽ ഉറുമ്പ് ഇതിനു ചുറ്റും കൂടില്ലല്ലോ. ഇത് തേനാണല്ലോ.
പക്ഷെ ഇത് വിഷമാണെന്ന് പറഞ്ഞ് മഞ്ജരി എല്ലാവരെയും പറ്റിച്ചത് ഇത് ഉപയോഗിച്ചല്ലേ? അപ്പോ അന്ന് മഞ്ജരി കഴിച്ചത് വിഷമായിരുന്നില്ല. കഴിച്ചത് വിഷമാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ച് ഇവിടെ അവളൊരു നാടകം സൃഷ്ടിക്കുകയായിരുന്നു. മരണക്കിടക്കയിലാണെന്ന് പറഞ്ഞ് സഹതാപം നേടാൻ വേണ്ടി. മഞ്ജരി, മനുഷ്യന്മാരെ പറ്റിക്കുന്ന നിന്റെ ഈ പരിപാടി ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കും. ചേച്ചി ചേച്ചി വിളിച്ചിട്ടില്ലേ? എന്താ ആലോചിക്കുന്നേ? ആ കുപ്പിക്കകത്ത് എന്താ ഉള്ളേ? മഞ്ജരി അന്ന് ആത്മഹത്യാ ശ്രമം നടത്തിയത് ഈ കുപ്പിയിലുള്ള വിഷം ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഇതിനകത്ത് വിഷമൊന്നുമില്ല. ഇതിലുള്ള തേൻ കുടിച്ചിട്ടാണ് വിഷം കഴിച്ചതുപോലെ അവൾ ഇവിടെ ഒരു പ്രകടനം നടത്തിയത്. അത് ശരി. അപ്പോ മഞ്ജരിയുടെ ഈ ആത്മഹത്യാ ശ്രമം പോലും മനഃപൂർവ്വമായിരുന്നല്ലേ? അവള് മരിച്ചു കളയെന്നുള്ള പേടി ഇവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമായിരുന്നു. അതേ ചരു, പരിതസ്ഥിതികൾ പ്രതികൂലമായപ്പോൾ അത് അവൾക്ക് അനുകൂലമാക്കാനുള്ള ശ്രമം. പ്രസിൽ നീ കൊടുത്ത ന്യൂസ് അവൾക്ക് കൈകാര്യം ചെയ്യാനായില്ല. പകരം അവൾ അത് അവൾക്ക് അനുകൂലമാക്കി. മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അവൾ ഉദ്ദേശിച്ചത് നേടിയെടുക്കാനുള്ള ശ്രമം. മഞ്ജരിയുടെ കാര്യം അങ്ങനെയൊക്കെ ആവും. പക്ഷെ ഹോസ്പിറ്റലിൽ എന്താ സംഭവിച്ചത്? അവരവിടെ എന്ത് ചെയ്തൊന്നും കണ്ടുപിടിച്ചില്ല. ഹോസ്പിറ്റലിലാകെ പ്രകമ്പനം കൊള്ളിച്ചു കളഞ്ഞില്ല അവള്. ഡോക്ടർ, എന്റെ മോളുടെ ബോധം തെളിഞ്ഞു. ഇപ്പൊ അവൾക്ക് എങ്ങനെയുണ്ട്? അകത്ത് ചെന്ന വിഷമൊക്കെ ഞങ്ങൾ പുറത്തേക്ക് വലിച്ചെടുത്തു. പക്ഷേ ബോധം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അവള് കണ്ണു തുറന്നാലേ എന്തെങ്കിലും ഒന്ന് പറയാനാകൂ. തൽക്കാലം എല്ലാം ക്രിട്ടിക്കലായിട്ട് തുടരുമോ? അതെങ്ങനെയാ അവിടെയുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചത്? അതെന്താണെന്ന് വേണം ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ. ഈ നാടകത്തില് മഞ്ജരി എന്ന ഒരൊറ്റ കഥാപാത്രം മാത്രമേ ഉള്ളോ, അതോ അവിടെ അവളെ ചികിത്സിച്ച ഡോക്ടറുടെ കൈ കൂടെ ഉണ്ടോ എന്നറിയണം. പക്ഷേ നമ്മൾ വിചാരിച്ച അതൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും കൊണ്ടുവന്നേ പറ്റൂ. അമ്മ ഇപ്പോ മഞ്ജരിയോട് എന്തോ തെറ്റു കാണിച്ചു എന്നുള്ള കുറ്റബോധത്തിന്റെ പേരിലല്ലേ ഈ എൻഗേജ്മെന്റ് തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ നിശ്ചയം നടത്തിയാലേ മഞ്ജരിയെ ജീവനോടെ കിട്ടൂ എന്നുള്ള പേടിയാണ് അമ്മയ്ക്കിപ്പോ. അതുകൊണ്ട് മാത്രം അമ്മ ഏടി പിടിയിൽ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷെ ഇതൊക്കെ മഞ്ജരിയുടെ ഗൂഢാലോചനയാണെന്നുള്ളതും അവള് നടത്തിയതൊരു കപട നാടകം മാത്രമാണെന്നുള്ളതും അമ്മ അറിഞ്ഞ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞോളും. അത് ചെയ്യാൻ കഴിഞ്ഞാ ഈ എൻഗേജ്മെന്റ് നടക്കാതെ തടയാനും പറ്റും. അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യാ ചേച്ചി? ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് പോയിരിക്കുന്നതെന്ന് ഇവിടെയുള്ള ആരും അറിയാൻ പാടില്ല. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ മഞ്ജരി കെയർഫുൾ ആയിരിക്കും. സത്യം തെളിവ് സഹിതം നമുക്ക് പിടിച്ചെടുക്കാനാവില്ല. ശരി ചേച്ചി. എന്ന് ശരി, ഞാൻ പോയിട്ട് വരാൻ ചാരു. എക്സ്ക്യൂസ് മീ ഡോക്ടർ. യെസ്, പറഞ്ഞോളൂ. കഴിഞ്ഞ ദിവസം മഞ്ജരി എന്നൊരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ അല്ലേ? അതായത് ഒരു സൂസൈഡ് അറ്റംപ്റ്റ് നടത്തിയെന്നും പറഞ്ഞ് ഇവിടെ വന്ന് അഡ്മിറ്റ് ആയ കുട്ടി. ആ കുട്ടിയുടെ കാര്യം ഞാൻ ചോദിച്ചേ. ശരിയാണല്ലോ, ഇപ്പൊ ഓർക്കുന്നു. എന്താ കാര്യം? മഞ്ജരി അന്ന് ശരിക്കും വിഷം കഴിച്ചിരുന്നോ ഡോക്ടർ? വിഷം കഴിച്ചെന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് നിങ്ങളാ. അപ്പൊ അതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്കറിയില്ലേ? വിഷം കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് പോലെയല്ലല്ലോ കഴിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ഡോക്ടറുടെ വാക്ക്. ഞങ്ങളുടേത് സംശയമായിരിക്കാം, പക്ഷേ അത് ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളല്ലേ ഡോക്ടർ? പറയൂ ഡോക്ടർ, സത്യത്തിൽ അവളന്ന് വിഷമാണെന്നും പറഞ്ഞ് എന്താ കഴിച്ചത്? ഇതെന്ത് ചോദ്യാ? അവള് പോയിസൺ കഴിച്ചിരുന്നു. മരിക്കാറായപ്പോഴല്ലേ കൊണ്ടുവന്നേ. അത് ഞാൻ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. അന്ന് മേഡം പറഞ്ഞത് നുണയായിരുന്നു. ഇന്നും ആ നുണ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണല്ലേ? മേഡത്തിന്റെ കണ്ണ് കണ്ടാൽ അറിയാൻ കള്ളമാണ് പറയുന്നതെന്ന്. ഇനിയെങ്കിലും സത്യം പറയണം. ആര് കള്ളം പറഞ്ഞെന്നോ? അതിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അന്ന് നിങ്ങൾ എന്തുകൊണ്ടോ സത്യം ഒളിപ്പിച്ചതുപോലെ ഇന്ന് നടക്കില്ല. അന്ന് ഞങ്ങളാരും ആ സത്യം അറിയാതെയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇന്ന് എന്താണ് നടന്നതെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇപ്പോഴും നിങ്ങൾ ഒളിപ്പിക്കാനുള്ള ശ്രമമാണെങ്കിൽ ഇക്കാര്യം എനിക്ക് ഹോസ്പിറ്റലിന്റെ ഡീനിന്റെ അടുത്തേക്ക് എത്തിക്കേണ്ടി വരും. ഇനിയെങ്കിലും പറയണം മാഡം, സത്യം നിങ്ങൾ തന്നെ സമ്മതിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എനിക്കിവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. എന്റെ ചോദ്യത്തിന് മുന്നിൽ നിങ്ങൾ നിന്ന് വേർക്കുമ്പോ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി.
ഇനി ആ തെറ്റ് കവർ ചെയ്യാനുള്ള ശ്രമമൊന്നും നടത്തണ്ട. പറയൂ മാഡം, എന്താ അന്ന് നടന്നത്? മഞ്ജരി യഥാർത്ഥത്തിൽ വിഷം കഴിച്ചിരുന്നോ? എന്നാ പറയണ്ട, ഞാൻ നിങ്ങളുടെ ഡീനെ ഒന്ന് കാണട്ടെ, പുള്ളിയായിട്ട് ഡീൽ ചെയ്തോളാം. മാഡം ഒന്ന് നിക്ക്. നിങ്ങളെ ഡീനിനെ കാണാൻ പോയാ പിന്നെ എനിക്ക് ജോലി ചെയ്യാനാവില്ല. എന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും. മറ്റൊരു ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യാനും പറ്റില്ല, കൺസൾട്ടേഷനും പോകാൻ പറ്റില്ല. കൗൺസിലിൽ കംപ്ലൈന്റ് ചെയ്ത് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് പോലും തിരിച്ചു വാങ്ങിക്കളയും മാഡം. എങ്കിൽ സത്യം പറയൂ ഡോക്ടർ. മാഡത്തിന്റെ സംശയം സത്യമാണ്. അന്ന് മഞ്ജരി വിഷമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വരട്ടെ വഴിക്ക്. ഈ സത്യം എന്നോട് പറഞ്ഞാൽ മാത്രം പോരാ, ഞങ്ങളുടെ വീട്ടിലുള്ളവരോട് കൂടി പറയണം. അതെന്തിനാ? ഞാൻ എങ്ങനെ അവിടെ? ഞാൻ നിങ്ങളുടെ ഡീനിനോട് കാര്യം പറയണോ, അതോ നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് എന്റെ കുടുംബത്തിന്റെ മുന്നിൽ കാര്യം പറയോ? ഏതാ വേണ്ടത്? അല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാം. ശരി, എന്നാ വാ. മഞ്ജരി, കണ്ണാടിയിലോട്ടൊന്ന് നോക്കി, എന്ത് ഭംഗിയാ നിന്നെ കാണാൻ. മിഥുൻ നിന്നെ ഇങ്ങനെ കണ്ട ചിലപ്പോ എല്ലാവരുടെ മുമ്പിൽ വെച്ച് കൊതി മുത്ത് കെട്ടിപ്പിടിച്ചെന്നിരിക്കും. അത്രയ്ക്ക് സൗന്ദര്യാണ്. ഈ സൗന്ദര്യം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതല്ലേ നമ്മുടെ സ്പെഷ്യാലിറ്റി. ഇത്രയും കാലങ്ങളായിട്ട് ഇന്നാണ് നിന്റെ കഷ്ടപ്പാടിനൊരു അറുതി ഉണ്ടായത്. യാതൊരു തടസ്സങ്ങളും കൂടാതെ ഇതൊന്ന് ഭംഗിയായിട്ട് കഴിഞ്ഞു കെട്ടിയാൽ മതിയായിരുന്നു. ഇതിങ്ങനെ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു മമ്മി. പക്ഷെ എന്താ, കുറച്ചൊന്ന് വൈകിപ്പോയെന്ന് മാത്രം. എപ്പോഴും എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കണമെന്നില്ല. എന്തായാലും ഇങ്ങനെയെങ്കിലും നീ കണ്ട സ്വപ്നം സഫലമായല്ലോ, അത് മതി. എനിക്കിപ്പോഴാ സന്തോഷായത്. സഞ്ജനെ, എന്താ മോം? എന്തു പറ്റി? എപ്പോഴും എന്തോ ജീവിതം തൊലഞ്ഞ പോലെ മുഖവും കുത്തി വീർപ്പിച്ചോണ്ട് നടക്കുന്നെന്താ? ഒന്ന് ചിരിച്ചു കളിച്ച് നടന്നൂടെ? അപ്പൊ ആന്റിക്ക് കാര്യം പിടികിട്ടിയില്ല അല്ലേ? മഞ്ജരിയുടെയും മിഥുനേട്ടന്റെയും നിശ്ചയം നടത്തുന്നത് സഞ്ജനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ചെറിയമ്മ. അതുകൊണ്ടാ ഇങ്ങനെ അവളുടെ മുഖം വാടിയിരിക്കുന്നെ. സഞ്ജന, മേഘന ഇന്നലെ ഈ വീട്ടിലേക്ക് കയറി വന്നവളാ. പക്ഷെ മഞ്ജരി ചെറുപ്പം തൊട്ടേ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ജീവിക്കുന്നവളാ. നീ അവഗണിക്കേണ്ടത് ആരെയാണെന്നും സ്വീകരിക്കേണ്ടത് ആരെയാണെന്നും ആരെ എവിടെ നിർത്തണമെന്നൊക്കെ മനസ്സിലാക്കി പെരുമാറിയാൽ നിനക്ക് കൊള്ളാം. അതിനുള്ള തിരിച്ചറിവ് നിനക്കില്ലെന്ന് തോന്നുന്നു. മോം, ഇങ്ങനെ മോമിന്റെ ചിന്തകളും അഭിപ്രായങ്ങളും എന്റെ തലയിലോട്ട് കയറ്റി തരുന്ന എന്തിനു വേണ്ടിയാ? ഇതുവരെ കിണറ്റിലെ തവളെ പോലെ വളർത്തിയത് മതിയായില്ലേ? ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചിന്തിക്കാനെങ്കിലും അനുവദിക്കേ. അതും കൂടി വിട്ടു തരണോന്നാ? എന്താ മോളെ ഇതൊക്കെ? ഏതൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നീ അത് മറ്റേതോ കാര്യമായിട്ട് കൂട്ടിക്കെട്ടുക. ഞാനിപ്പം മഞ്ജരിയുടെയും മിഥുന്റെ എൻഗേജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. മേഘനയെക്കാളും മഞ്ജരിയെയാണ് നീ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടതെന്ന് ഓർക്കണം. എന്തായാലും അങ്ങോട്ട് നിന്റെ ഏട്ടത്തിയമ്മയായി ഈ വീട്ടിൽ ജീവിക്കാൻ മേഘന ഉണ്ടാവില്ല, മഞ്ജരിയെ ഉണ്ടാവൂ. അത് ഓർമ്മ വെച്ചോണ്ട് പെരുമാറിക്കും. ഹലോ. ഹലോ മഞ്ജരി മാഡം, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പ്രിയങ്കി സംസാരിക്കുന്നത്. പറഞ്ഞോളൂ. മാഡത്തിന്റെ പോയ്സൺ നാടകം നിങ്ങളുടെ മേഘന മാഡം പിടിച്ചു കഴിഞ്ഞു കേട്ടോ. എന്ത്?
മേഘനയ്ക്ക് കാര്യം മനസ്സിലായെന്നോ? അതെ മേഡം, ഡോക്ടർ ഒരു വഴിയാക്കിയിട്ട് ഇവിടുന്ന് പോയെ. ഇപ്പൊ അവരെ വിളിച്ചോണ്ട് നിങ്ങളുടെ വീട്ടിലേക്കാ വരുന്നത്. ശരി ശരി, താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. വെക്കട്ടെ, ബൈ. ഇതൊക്കെ എങ്ങനെ ഇവിടെ കണ്ടെത്തുന്നെന്ന് അറിയില്ലല്ലോ. അത് ആന്റി എനിക്ക് മനസ്സിലാവാത്തത്. അവളിതെങ്ങനെ അറിഞ്ഞെന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനൊരു സാഹസത്തിന്റെ മുതിരും മുമ്പ് നിങ്ങളൊന്ന് ചിന്തിക്കണ്ടായിരുന്നു. മോം, കഴിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇനി ഒരു കാര്യമില്ല. അതങ്ങ് വിട്ട് കളയുമോ? പറ്റില്ല മഞ്ജരി. ഞാൻ ആദ്യം തൊട്ട് നിന്നോട് പറയുന്നുണ്ടായിരുന്നു, നിന്റെ സ്നേഹം സത്യമായിരുന്നെങ്കിൽ നേരായ വഴിയിലൂടെ അത് നേടായിരുന്നു. അങ്ങനെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് ഇറങ്ങി പോവാൻ നോക്കണം. ഇതിപ്പോ നീ ആ സ്നേഹം നേടാൻ എന്ന വ്യാജേന എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? മോം പ്ലീസ്, മേഘനയുടെ അടുത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുമ്പോഴാ മോം എങ്ങനെ ഉപദേശം ലെക്ചറടി നടത്തിക്കൊണ്ടിരിക്കുന്നേ. തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലും വേണം. എങ്കിലും ഇനിയെങ്കിലും നീ ഇതുപോലത്തെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കും മോളെ. ഇനി ഈ കാര്യം ഞാൻ ആരുടെമേ അറിയുകയാണെങ്കിൽ പിന്നെ അവളുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇത്രയും കാലം ഇതിന്റെ വാലി തൂങ്ങി അവന്റെ പുറകെ നടന്നത് മുഴുവൻ വെറുതെ ആവില്ലേടി? നിന്റെ ഇഷ്ടത്തിൽ കളങ്കമുണ്ടെന്ന് എല്ലാവരും സംശയിക്കാൻ തുടങ്ങും. മിഥുനുമായിട്ടുള്ള നിന്റെ കല്യാണം എന്നും ഒരു സ്വപ്നമായിട്ട് ബാക്കി നിൽക്കും. മോം, ഇപ്പൊ നമുക്ക് ഇതിനെന്തെങ്കിലും പരിഹാരം കണ്ടെത്തണം. അത് വിട്ടിട്ട് കഴിഞ്ഞതൊക്കെ അയവിറക്കിക്കൊണ്ട് സമയം കളയുന്നത് വിഡ്ഢിത്തമാണ്. മനസ്സ് ചെറുതായിട്ടൊന്ന് പതറിയാലും നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്ക്. അമ്മേ, എന്താ മേഘനെ കാര്യം? എന്തിനാ ഒച്ച വെക്കുന്നത്? അമ്മ ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് മനസ്സിലാക്കി തരാൻ എന്റെ ശബ്ദം അമ്മയുടെ ചെവിയിൽ എത്തുന്നില്ല എന്ന് തോന്നി. അതുകൊണ്ട് ഒരല്പം ഒച്ച വെച്ച് ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വന്നത്. വേറെ എന്ത് ചെയ്യൂ അമ്മേ? എന്താ ഞാൻ എന്ത് തെറ്റ് ചെയ്തുന്നാ? എന്താ പുതിയ ഡ്രാമ? മിഥുനേട്ടന്റെയും മഞ്ജരിയുടെയും എൻഗേജ്മെന്റ് ആണെന്ന് പറഞ്ഞ് ഈ കാണിക്കുന്നതെല്ലാം തെറ്റാണമ്മേ. മേഘനെ, നീ എന്തെങ്കിലും തരികിട ഒപ്പിച്ച് ഈ എൻഗേജ്മെന്റ് മുടക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതിന്റെ ഭാഗമാണിതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്ന് കാര്യം പറ. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ചടങ്ങുകൾ തുടങ്ങാനായിട്ട്. അമ്മ ചെയ്യാൻ പോകുന്നത് ഒരു പാപകർമ്മമാണെന്ന് തെളിവ് സഹിതം ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാ പിന്നെ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാൻ കഴിയാത്ത വിധം തല മറവിക്കും. ഇന്ന് മിഥുനേട്ടന്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് മറ്റൊരു നല്ല തീരുമാനത്തിൽ അമ്മയ്ക്ക് എത്തേണ്ടിയും വരും. മേഘനെ, പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ. അതല്ലാതെ എന്തിനെങ്ങനെ ഷോ കാണിക്കുന്നേ? എന്നാ പറഞ്ഞേക്കാ, ഇപ്പൊ ഇത്രയും അർജന്റായിട്ട് നിങ്ങൾ എന്തിനാണ് ഈ എൻഗേജ്മെന്റ് ഒരുക്കിയത്? മഞ്ജരിയുടെ ആത്മഹത്യാശ്രമമല്ലേ അതിന് കാരണം? സ്വന്തം ജീവിതത്തിൽ പരാജയബോധം ഉണ്ടായതുകൊണ്ട് അവൾ അവിവേകൊന്നും കാട്ടാതിരിക്കാൻ വേണ്ടിയല്ലേ ഈ തീരുമാനം എടുത്തേ? ശരിയാണ്, അരുണിമേച്ചിയുടെ പരമമായ ഉദ്ദേശം അത് തന്നെയാണ്. അതിനിപ്പോ നിനക്കെന്താ? യഥാർത്ഥത്തിൽ മഞ്ജരി ആത്മഹത്യാശ്രമം നടത്തിയിട്ടേയില്ല. അവള് കുടിച്ചത് വിഷവുമല്ല. മരണക്കിടക്കയിലാണെന്ന് വരുത്തി തീർക്കാൻ അവള് നടത്തിയ പ്രകടനമാണെല്ലാം. നീ എന്തൊക്കെ വിവരക്കേടുകളാ വിളിച്ചു പറയുന്ന മേഘനെ?
ഓരോ നിമിഷവും മഞ്ജരി ഞങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നുള്ള പേടിയില്ല ഞങ്ങൾ കഴിയുന്നേ. ഒരു വട്ടം ഭാഗ്യം കൊണ്ട് അവള് രക്ഷപ്പെട്ടതും വിരക്തിയുടെ വക്കിലെത്തി അവള് ഇനി ജീവിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് നീയും അറിഞ്ഞതല്ലേ? ആ മനസ്സിലെ ഇമോഷൻസിന് യാതൊരു വിലയില്ലേ മേഘനെ? ചെറിയമ്മ കുറച്ചൊരു നടങ്ങി നിൽക്കുന്നുണ്ടോ? കടിച്ച പൊട്ടത്ത വാക്കുകൾ കോർത്തിണക്കി ഇങ്ങനെ മനോഹര ശബ്ദത്തിൽ വർത്തനം പറഞ്ഞാ പോരാ. ചെറിയമ്മ ഇവിടെ നിന്ന് തൊണ്ട പൊട്ടും വിധം മലച്ചാലും മഞ്ജരി നടത്തിയ നാടകവും കള്ളത്തരവും ഞാനിന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കും. എന്താ മഞ്ജരി ഇതൊക്കെ? മേഘന ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താ വായ തുറന്നൊന്നും പറയാത്തെ? മേഘന പറയുന്നതെല്ലാം നുണയാണ് ആന്റി. ഞങ്ങളുടെ ഈ എൻഗേജ്മെന്റ് നടക്കുന്നത് അവക്ക് സഹിക്കുന്നില്ല. മിഥുൻ എന്റെ സ്വന്തമാകുമല്ലോ എന്ന് തലയ്ക്ക് വെളിവില്ലാതെ അവൾ എന്തൊക്കെയോ ചെയ്യാ. ഞാൻ പറഞ്ഞ ഇവിടെ ആരും ഒരു അക്ഷരം പോലും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാ അത് തെളിയിക്കാനുള്ള ആളുമായി തന്നെ ഞാൻ ഇവിടേക്ക് വന്നത്. ഡോക്ടർ, മഞ്ജരി ആത്മഹത്യാ ശ്രമം നടത്തിയ സമയത്ത് ചികിത്സ നൽകിയത് ഈ ഡോക്ടറായിരുന്നു. അവള് കാണിച്ചു കൂട്ടിയ കള്ളത്തരങ്ങളെക്കുറിച്ചും ആശുപത്രിയിൽ നടത്തിയ പ്രകടനങ്ങളെക്കുറിച്ചും ഡോക്ടർ ഇപ്പൊ തന്നെ പറയും. പറയൂ ഡോക്ടറെ. ശരിയാണ്, മഞ്ജരി വിഷമല്ല കുടിച്ചത്. മരണാസന്നമായ നിലയിലേക്ക് അവള് പോയിട്ടുമില്ല. അത് അവളുടെ വെറും നാടകമായിരുന്നു. അവള് തന്ന പണത്തിന്റെ കെട്ട് മോഹിച്ചുകൊണ്ടാണ് അവള് പറഞ്ഞ ഓരോ കാര്യവും ഞാൻ അനുസരിച്ചത്. മഞ്ജരി, എന്താ ഇതൊക്കെ? അത് മിഥുൻ, അത് പിന്നെ ഈ എൻഗേജ്മെന്റ് നടന്നു കിട്ടാൻ വേണ്ടി ഇതുപോലൊരു നാടകം കളിച്ചാണല്ലേ? എന്നെ കൊണ്ട് നിന്റെ കഴുത്തി താലി കെട്ടിക്കാൻ ഇതുപോലൊരു നാടകം കളിച്ചതിന്റെ ആവശ്യം എന്താ? എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിനക്ക് എന്നോടുള്ള ഇഷ്ടം സത്യമാണെന്ന് വിചാരിച്ചു. പക്ഷേ നിന്റെ മനസ്സിലിരിപ്പ് ഇതുപോലെ ഞങ്ങളെല്ലാം ചതിക്കാനാണെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. അങ്ങനെയല്ല മിഥുൻ, ഞാൻ പറയുന്നൊന്ന് ഇനി എന്താ മഞ്ജരി കേൾക്കേണ്ടത്? നീ ഇത്രയൊക്കെ തരം താണിട്ടും മിഥുനെ കൊണ്ട് നിന്നെ വീണ്ടും ഞാൻ കെട്ടിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഈ വീട്ടിൽ ഇനി നിനക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം തരുമെന്ന് കരുതുന്നുണ്ടോ? ഇനി ഒരു ക്ഷണം പോലും നീ ഈ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല. മിഥുൻ, 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 മിഥുൻ. മഞ്ജരി, what happened? എന്തു പറ്റി മഞ്ജരി? എന്താ കാര്യം? എന്തിനാ നിലവിളിക്കുന്നേ? മേഘന ഡോക്ടറെ വിളിച്ചോണ്ട് ഇവിടേക്ക് വന്നിരുന്നു. ഡോക്ടർ മിഥുനോടും അരുണിമാന്റിയോടും സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അതോടുകൂടി അരുണിമാന്റിയും മിഥുനും എന്നെ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. എന്താ മഞ്ജരി ഇതൊക്കെ? പട്ട പകലാണോ ഇങ്ങനെ പൊട്ട സ്വപ്നങ്ങൾ കാണുക? സ്വപ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ,
അതെങ്ങാനും സത്യമായ പിന്നെ എല്ലാം അതോടുകൂടി അവിടെ തീരും. എന്റെ സ്വപ്നങ്ങളെയും മോഹങ്ങളെയും എല്ലാത്തിനെയും ആ സത്യം പാതാളത്തിലേക്ക് തള്ളിയിടും. നീ വിചാരിച്ചതുപോലെ സത്യങ്ങൾ പുറത്തു വന്നാ പിന്നെ നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഉണ്ടാകില്ല മഞ്ജരി. ഈ വീടിന്റെ പരിസരത്തേക്ക് പോലും നിനക്കൊന്ന് എത്തി നോക്കാൻ പറ്റിയെന്ന് വരില്ല. മോം പ്ലീസ് മോം, അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ ടെൻഷനിൽ നിൽക്കുക. എന്നെ കൂടുതൽ പേടിപ്പിക്കരുത്. എനിക്ക് നിന്റെ സന്തോഷം മാത്രമേ വേണ്ടൂ മഞ്ജരി. ഇങ്ങനെ പ്രശ്നങ്ങൾക്കിടയിൽ കിടന്ന് ഉഴലുന്നത് എന്തിനാ എന്റെ മോളെ? എനിക്കിപ്പോ താഴെ എന്താ നടക്കാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോ മനസ്സിനകത്ത് എന്തൊരു ആദിയാണെന്ന് അറിയാമോ? അരുണിമയുടെ ദേഷ്യം എന്താണെന്ന് അറിയാലോ. അവരെല്ലാം ചുട്ട് കരിച്ചു കളയും. എനിക്ക് വയ്യ എന്റെ മോളെ. ആതിരെ, നീയും പേടിച്ച് ഞങ്ങളെയും കൂടെ പേടിപ്പിക്കരുതേ.